എല്ലാം അപ്രതീക്ഷിതമായി. പിന്നെ സാമന്തന്റെ അഭാവവും. കാളിയനെ നമുക്ക് നഷ്ടമായി. കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു അവനെ ആ ആഹ്ലാദൻ. എന്റെ പൊന്നു മോനെ. എന്റെ പൊന്നുമോൻ. മഹാരാജൻ, കൽപ്പിക്കേ, ഇനി വേണ്ടതെന്നും. സാമന്ത, കൽപ്പിച്ചോളൂ. എന്ത് കൽപ്പിക്കാൻ? കൽപ്പിച്ചാൽ നീ എന്റെ പക്ഷം നിൽക്കുമോ? നിൽക്കുമെന്ന് എന്തുറപ്പ്? മഹാരാജൻ, മഹാവതിയുമായി ഒരു ബന്ധവുമില്ലെന്ന് നീ പറഞ്ഞത് കളവല്ലേ? നമ്മൾ ഇരുവരുമല്ലാതെ മറ്റാരും അറിയിച്ചിട്ടില്ലാത്ത സംഗതി. കാളിയനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്ന വസ്തുത എങ്ങനെ അറിഞ്ഞു നിന്റെ സഹോദരന്മാർ? അറിയില്ല, എനിക്കറിയില്ല പ്രഭു. വിശ്വാസവഞ്ചന 100 ജന്മം ജനിച്ചാലും തീരാത്ത പാപമാണ്, മഹാപാപം. ഞാൻ വിശ്വാസവഞ്ചന ചെയ്തു. അതെ, മഹാവതിയിലേക്ക് മടങ്ങാൻ, അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കാൻ അത് മോഹിക്കുന്നു സാമന്തൻ. മഹാവതി പടകൂട്ടി വരുന്നറിഞ്ഞ് നീ മനഃപൂർവ്വമല്ലേ ശിവപുണ്യഭൂമിയിൽ ധ്യാനിക്കാനായി പോയത്? സത്യമല്ലേ? മഹാപ്രഭു, സാമന്തന്റെ കയ്യിൽ ആയുധമില്ലാത്ത നേരം ആർക്കും എന്നെ കൊല്ലാം. ഉടവാളി തൃക്കാൽക്കൽ വെച്ച് വണങ്ങാം. നെഞ്ചു നോവുന്ന വാക്കുകൾ കൊണ്ട് കൊല്ലാതെ ഈ ശിരസങ്ങ് ഛേദിച്ചു കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ശിവനെ സാക്ഷി നിർത്തി പറയുന്നു, സാമന്തൻ ആരെയും ചതിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ പുത്രൻ. നിന്റെ വരവും വരശക്തിയും കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞു അവനെ. മഹാവതിയോട് നിനക്ക് മിത്രത്വമില്ലെന്ന് പറഞ്ഞത് തൽക്കാലം വിശ്വസിക്കുന്നില്ല മാതൃ. ഈ ഉടവാളും കിരീടവും അവന്റെ ഓർമ്മകളും മാഗധ മടക്കി ഭരിക്കട്ടെ. സഹോദര സാമന്ത, നിന്നോടുള്ള മാഗധന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. വല്ലാതെ ഉള്ളം കിതയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ക്ഷണിക്കുന്നു മഹാവതിയിലേക്ക്. അവിടെ വിശ്വജേതാവായി വാഴാൻ. മാഗധം നിന്നെ വെറുത്തു തുടങ്ങി. മാഗധത്തിന്റെ ഏത് വെറുപ്പും ഒരു ലഹരിയായി എനിക്ക്. മാത്രമല്ല, ഈ ഉടവാളും ഉയിരും ഉണ്ടച്ചോറിനുള്ള കൂറും മറക്കില്ല സാമന്തൻ. എത്ര തള്ളി പറഞ്ഞു തന്നെ അതിനപ്പുറം ഒരു ബന്ധം വേണ്ട എനിക്ക് ആരോടും. കാലവും കണക്കും നോക്കാതെ സൃഷ്ടിക്കപ്പെടുന്ന ഏത് ജന്മവും എന്നെ പോലാകും. ശപിക്കപ്പെട്ടവൻ, പകയുടെ അഗ്നി നെഞ്ചേറ്റി നടക്കുന്നവൻ. നിശ്ചയിച്ചു സാമന്തൻ. മഹാരാജാവ് മാഗധന്റെ മനസ്സ് മാറുമ്പോളം നർമ്മദാ തീരത്ത് ദർഭ വിരിച്ച് അതിൽ ഉപവാസം ചെയ്യാൻ. മഹാവതിയിലാണ് എന്റെ ശത്രുക്കൾ മുഴുവനുമെന്ന ദൃഢപ്രതിജ്ഞയോടെ. അത് കഴിഞ്ഞു വരും സാമന്തൻ. എന്റെയും മാഗധത്തിന്റെയും മനസ്സ് നോവിച്ച നിന്നെ അതിനപ്പുറം നോവിച്ച സാമന്തൻ അടങ്ങും. ഏത് ദൈവമായാലും അത് നീ സഹിക്കില്ലെന്നോർത്തോ. എങ്കിൽ നിന്റെ ഓരോ ചുവടുവയ്പും അത് കലിക്ക് ആനന്ദമേകുന്നു സാമന്തൻ. എനിക്ക് സ്വധാമത്തിലെത്താനുള്ള എളുപ്പ വഴിയും പോകുന്നു. നിങ്ങൾ ദുഷ്ടപ്രമാണിമാരുടെ ആക്രോശം കേട്ട് നോവുന്നൊരു സാധുണ്ട് ഇവിടെ. വീണ്ടും ഒന്ന് കണ്ടിട്ട് ഈ ജന്മത്തിലും ഏറെ പ്രിയമാ എനിക്ക് ആ ലാവണ്യത്തിടമ്പിനെ. അതെ, അവൾ എന്റേതാണ്, എന്റേതും മാത്രം. സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും ഞാൻ അറിയുന്നു സാമന്തൻ.
കർത്താവേ, നിന്റെ മായാപ്രഭാവം അത്ഭുതം തന്നെ. കാലവും കടക്കും കൂട്ടിയുള്ള വരവ്. മാഗധന്മാർ മദ്യലഹരിയിൽ മറന്നു നടന്ന സമയം ഞാൻ തീർത്തു. കഴുത്തറത്തവരെ കാളിയനെ ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രതികാരം എന്തൊരാനന്ദമാണെന്നോ. ഇത് കലിയൊഴിഞ്ഞു പോയ കാട്ടുഗഹ്വരം. ഈ രാത്രിയിൽ നാം ഇവിടെ വസിക്കുന്നു. പുലരിൽ പുറപ്പെടാം മഹാവതിയിലേക്ക്. ഇനി ജ്യേഷ്ഠനുള്ള അവസരങ്ങളാണ്. ഉപവാസം കഴിഞ്ഞുള്ള സാമന്തന്റെ മനസ്സും തെറ്റിദ്ധരിച്ചതിൽ പശ്ചാത്തപിക്കുന്ന മാഗധന്റെ മനസ്സും മറ്റൊരു മഹായുദ്ധത്തിന് തുടക്കം കുറിക്കും. ശമന്തപഞ്ചകത്തിലെ യുദ്ധഭൂമി അതിനുവേണ്ടി കാത്തിട്ടക്കുന്നു. എതിർത്ത് പറയരുത്. അവിടുന്ന് മുടങ്ങിപ്പോയ അഭിഷേകം അതാണിനി ആദ്യം നടക്കേണ്ടത്. നമ്മൾ ഇരുവരും ഒരുമിച്ച് നിന്ന് സംരക്ഷിക്കാനുള്ളപ്പോൾ മഹാവതിക്ക് എന്തിനു മറ്റൊരു ഭരണാധികാരി? മുൻജന്മത്തിൽ യാദവന്മാരെ മുഴുവൻ ഗദാപ്രഹരത്തിലൂടെ ഇല്ലാതാക്കി ആദ്യം മടങ്ങിയത് അവിടുന്ന്. ഇക്കുറി മറിച്ചാണ്. അങ്ങ് നോക്കി നിൽക്കെ ഞാനായിരിക്കും സുധാമത്തിലേക്ക് ആദ്യം മടങ്ങുക. ഉദയസിംഹ, നീ പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാം? ഞാനുണ്ടോ പിന്നെ ഇങ്ങനെ? അങ്ങേക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ടാകും. അതങ്ങേ ഏൽപ്പിച്ചിട്ടേ ഞാൻ മടങ്ങും. സ്വർണവതിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണ്ടേ? കാത്തിരിക്കുന്നുണ്ടാവും ഈ വരവും പ്രതീക്ഷിച്ച്. സമുദ്രദേശത്തെ സ്ത്രീകളുടെ സംസ്കാരമാണ്. അവർ മുഖപടം മാറ്റി ആദ്യം കാണുന്ന പുരുഷന് മാത്രമേ ഭർത്താവായി സ്വീകരിക്കൂ. അതാരായാലും. എന്തേ? എല്ലാം അറിഞ്ഞവനെ, എല്ലാം അറിയുന്നവനെ, പൂർവജന്മത്തിൽ എനിക്കെന്തേ ഒരു സന്തതി ഉണ്ടായില്ല? ഈ ജന്മത്തിലും എനിക്കതിനുള്ള ഭാഗ്യമില്ലേ? ജ്യേഷ്ഠ, അനന്തപത്നി നാഗലക്ഷ്മിയുടെ പുനരവതാരം ചാക്ഷുഷ മന്വന്തരത്തിലെ മനുപുത്രി ജ്യോതിഷ്മതി. അവൾ കാമമോഹിതനായ ഇന്ദ്രനെ ഒരിക്കൽ ശപിച്ചു. നീ നിന്ദ്യനായി തീരട്ടെ, നിന്റെ പത്നി അന്യരാൽ അപഹരിക്കപ്പെടട്ടെ. തിരിച്ചു ശപിച്ചു ഇന്ദ്രന്. ഏത് ബലവാന്റെ പത്നിയായാലും നിനക്ക് സന്തതി ഉണ്ടാകാതെ പോകട്ടെ. ആ ജ്യോതിഷമതിയാണ് പൂർവജന്മത്തിലെ ബലരാമന്റെ പത്നി രേവതി, ഈ ജന്മത്തിലെ സ്വർണവതി. നാരായണന്റെ ശയ്യാവലംബിയായ അനന്തന്റെ പ്രിയപത്നി നാഗലക്ഷ്മി, നാഗസുന്ദരി. ഇന്ദ്രശാപം തീർത്താൽ തീരാത്ത ശാപമല്ലെന്ന് കരുതിക്കോളൂ. ഈ രാവ് വേണ്ടുവോളം സ്വപ്നങ്ങൾ കൊണ്ട് നിറച്ചു. നിറഞ്ഞ
കുളിയും ജപവും കഴിച്ച് മഹാവതിയിലേക്ക് മടങ്ങുക. അപ്പോൾ നീ പോകണം ശ്രീശങ്കര ദർശനത്തിനായി. അത് കഴിഞ്ഞേ മഹാവതിയിലേക്കുള്ളൂ മടക്കം. ദേവകി മാതാവേ, ഒന്ന് കാണാമെന്ന് കാക്ഷിച്ചു വന്നു എല്ലാ പരിഭവങ്ങളും പറഞ്ഞു തീർക്കാൻ. എനിക്കറിയാം എന്റെ അമ്മയ്ക്ക് എന്നെ വെറുക്കാൻ കഴിയില്ലെന്ന്. കുഞ്ഞെ, അതോ പൊറുക്കാൻ കഴിയുന്നില്ലേ എന്നോട്? ഏതമ്മയ്ക്ക് മക്കളോട് പൊറുക്കാതിരിക്കാൻ കഴിയുക? എന്നാൽ ചില മക്കൾ അമ്മമാരോട് പൊറുത്തില്ലെന്ന് വരും. അക്കൂട്ടത്തിൽ ആ സാമന്തൻ. രേവതി നക്ഷത്രത്തിന്റെ ഗണ്ടാന്തത്തിൽ പിറന്ന ഞാൻ വളർന്നിട്ടും ഇത്രകാലം ജീവിച്ചിട്ടും മുടിഞ്ഞോ ആ ഭീരവംശം? മുടിഞ്ഞോ? ഏതെങ്കിലും മഹാമാരി പടർന്നു കയറിയോ മഹാബലി? ആ ഭീരവംശത്തിൽ അതുമൂലം ആർക്കെങ്കിലും ആപത്തുണ്ടായോ? ഉണ്ടായോ? ഇല്ല. കാലം കൊണ്ട് ഏതോ പടുവൃദ്ധൻ കാരണം അവരുടെ കഥ കഴിഞ്ഞത് എന്റെ കുറ്റം കൊണ്ടാണോ? ഞാൻ ജനിച്ചതിന്റെ കുറ്റം കൊണ്ടോ? സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ടാത്തവൻ പിന്നെ വളർന്നതൊക്കെയും നിങ്ങളെ ഇല്ലാതാക്കാൻ. ഈ തിരുവയൊഴിഞ്ഞതല്ലേ ഞാൻ? എന്തിനു നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ നികൃഷ്ടനാക്കി, നിന്നിനാക്കി. മഹാവതിയിലെ മഹാരാജ്ഞി കേട്ടോളൂ. അന്ന് ആ ഭീരവംശത്തിലെ 2 ദേവങ്ങളുടെ പ്രിയ പിതാവ് ദേശരാജന്റെ അറുത്തെടുത്ത ശിരസും ഉടവാളും ഈ മഹാരാജ്ഞിക്ക് കളി കാണാൻ കൊണ്ടുവന്ന് കാഴ്ചവെച്ചത് ഞാനാ, സാമന്തൻ. തീരുവോളം ആ ഉടൻ നിലത്താട്ടിച്ചാട്ടിച്ചാട്ടിച്ച് ചതച്ചതും ഞാനാ, സാമന്തൻ. പൊറുക്കാൻ കഴിയുമോ എന്നോട്? പൊറുക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഈ അമ്മയുടെ പ്രിയപുത്രന്മാർ നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു നിമിഷം, അതെ, അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത്. മാഗധപുത്രൻ കാളിയന്റെ ശിരസ്സെടുത്തതിന് പകരം ഈ അമ്മയുടെ അറുത്തെടുത്ത ശിരസ് മാഗധന്റെ കാൽക്കൽ കാഴ്ചവെച്ച് ഞാൻ നിങ്ങളോട് ആരുമല്ലെന്ന് സ്ഥാപിക്കാൻ എന്നോട് കാണിക്കാത്ത കരുണ ആരോടുമില്ല എനിക്ക്. എങ്കിൽ നിനക്കതിനാവില്ലടാ. സ്വയം രക്ഷിക്കാൻ അല്ലെങ്കിൽ സ്വയം ശിക്ഷിക്കാൻ എനിക്ക് കഴിയും. നീചനായ നിന്റെ കൈകൊണ്ട് മരിച്ചാൽ ശ്വാസപരവൻ എന്നിൽ നിന്ന് ഓടിയൊളിക്കും. ഒത്രയ്ക്ക് പാപിയാ നീ. നിർദ്ദയനായ നീ സർവ്വവ്യഥയും വ്യാധിയും പേറി സർവ്വരാലും വെറുക്കപ്പെടും. ദുർഗന്ധം വമിക്കുന്ന നിന്നെ സർവ്വരും ആട്ടിയകറ്റും. അങ്ങനെയാകവും പുറവും അവിഞ്ഞലഞ്ഞേ നീ ഇല്ലാതാവും. ഉപേക്ഷിക്കുക മാത്രമല്ല ശപിച്ചില്ലാതാക്കുന്ന നിങ്ങളെ ഞാൻ സാമന്ത. തോറ്റുപോയി അമ്മ. എന്തേ സാമന്ത നീ ഇങ്ങനെ? അടുത്ത ദുർഗാ നവമി വരെ നിനക്കുണ്ട് സമയം. എന്നിട്ടും നിനക്ക് മാറാൻ കഴിയാത്ത പക്ഷം ഏതറയിൽ നീ നർമ്മണം പുകച്ചിരുന്നാലും വരും ഞാൻ അവിടെ. കണ്ടില്ലേ നീ ഈ ത്രിശൂലം? ഈ കൈകളിൽ ഇതുള്ളപ്പോൾ വരില്ല ഒരു രുദ്രനും നിന്നെ രക്ഷിക്കാൻ. ഇത് നിന്നോടുള്ള അവസാനത്തെ എന്റെ സമരസപ്പെടൽ. നീ മൂലം ഞാനില്ലാതായാലും ഞാൻ മൂലം നീ ഇല്ലാതായാലും ദുഷ്ടവൈരവർഗത്തെ മുഴുവൻ സംഹരിച്ച് മടങ്ങൂ ഞാൻ എന്റെ ഇടത്തേക്ക്. എങ്കിൽ ഉദയസിംഹ, നിന്റെ സർവശക്തി പ്രഭാവത്തെയും ദുർബലമാക്കാനുള്ള കരുത്ത് ഈ ജന്മത്തിൽ എനിക്കുണ്ടടാ. നീ ഏത് ത്രിശൂലം സ്വന്തമാക്കിയാലും ഭഗവാൻ രുദ്ര പ്രജാപതി കൈവിടില്ല സാമന്തരെ.
ആർപ്പരിക്കട്ടെ, മാഗധം ആടിത്തിമിർക്കട്ടെ. സഹോദര ആഹ്ലാദ, നമ്മുടെ അമ്മ പോയടാ. മേലാകെ നെയ് പുരട്ടി ഹോമാഗ്നിയിൽ എരിഞ്ഞടങ്ങി മഹാവതിയിലെ മഹാരാജ്ഞി ഉദയസിംഹ, കാണുന്നില്ല നീ ആ ഭീരദേശത്തിന്റെ ആദിയും ആതങ്കവും? കാണുന്നില്ല നീ? സഹിക്കാൻ കഴിയുന്നില്ലടോ. ജ്യേഷ്ഠ, എന്തേ നമ്മുടെ അമ്മയെ നിനക്ക് രക്ഷിക്കാൻ കഴിയാതെ പോയി? അതോ ഇനിയും ഒരു ജന്മമുണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു അമ്മയോടൊത്തു കഴിയാൻ, ഇങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ? കാലദൗർബല്യം അങ്ങയെ ഭ്രമിപ്പിക്കുന്നു, അതുകൊണ്ടാണ് ഈ വ്യഥ. എങ്കിൽ ആ പരമാർത്ഥം അങ്ങ് അറിഞ്ഞുകൊള്ളൂ. നമ്മുടെ പ്രിയമാതാവിന് ഇത്ര കാലമേ ഭൂമിയിൽ വാസമുള്ളൂ. ആ ഭീരദേശത്തിന്റെ ആ സ്നേഹജ്യോതിർ ഇപ്പോൾ എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു. ദേവമാതാവായ അതിഥി ദേവിയുടെ പുനരവതാരമായിരുന്നു നമ്മുടെ അമ്മയും. അപ്പോൾ ഞാനും നീയും മാത്രമല്ലേ ഭൂമിയിൽ പുനരവതരിച്ചിട്ടുള്ളത്? അല്ല ഭ്രാതാവേ, അല്ല. അസംഖ്യം പേർ പുനരവതരിച്ചിട്ടുണ്ട് ഇവിടെ. കണ്ണുണ്ടായിട്ടും നന്മ കാണാൻ കഴിയാത്ത ചക്രവർത്തി പൃഥ്വിരാജ പ്രഭു അന്ധനായ ധൃതരാഷ്ട്രയുടെ പുനർജന്മമാണ്. മുൻജന്മത്തിലെ ജരാസന്ധനാണ് ഈ ജന്മത്തിലെ ദുഷ്ടമാഗതൻ. ഗിരീഷ് പുരിയിലെ ബലിഖാനി യുധിഷ്ഠിരനാണ്. വനരസത്തെ വീരൻ ഭീമസേനനും ബ്രഹ്മാനന്ദനും ലക്ഷ്മണനും ദേവസിംഹനുമൊക്കെ അർജുനന്റെയും സഹദേവന്റെയും പുനർജന്മങ്ങളാണ്. നമുക്കൊപ്പം നിൽക്കാൻ പുനർജനിച്ചവർ. സാമന്തനം ഭൂമിയിലെ സർവദുഷ്ടശക്തികളുടെയും ഉടൽ പൂണ്ട വൈരൂപ്യമാണ് ഈ കൊടും ക്രൂരനായ സാമന്തൻ. അവൻ ആരായാലും ഉദയസിംഹ, ഈ ബലം കൊണ്ട് വീഴ്ത്തണം എനിക്കവനെ. അത് എനിക്ക് കഴിയാവൂ, എനിക്ക് മാത്രം. ഒരു സന്ദേശമുണ്ട്. നവദുർഗാവ്രതം തുടങ്ങും മുൻപ് സമുദ്രദേശത്തെ നേത്രസിംഹൻ ഇവിടെ എത്തുന്നു. പുത്രി സ്വർണവതിയെ ഈ കൈകളിൽ ഏൽപ്പിക്കാം. എങ്കിൽ മറുസന്ദേശം അയച്ചേക്ക്. സാമന്തന്റെ അന്ത്യം കഴിഞ്ഞ് ആഹ്ലാദനിനി മറ്റെന്തുമുണ്ടോ? മംഗല്യവും കിരീടധാരണവും എല്ലാം ഈ കൈബലം കൊണ്ട് കൊന്നൊടുക്കണം അവനെ എനിക്ക്. അതിനുള്ള കരുത്തുണ്ടോ ഈ കൈകൾക്ക്? നീ ഇത് ശങ്കരൻ എനിക്കേകിയ തൃശൂലം. ഈ കൈകളിൽ ഇരിക്കട്ടെ ഇത് സുരക്ഷയ്ക്ക്. അപ്പോൾ അവന്റെ മുന്നിൽ ഞാൻ തോൽക്കുമെന്നോ? തോൽപ്പിക്കല്ലടാ എന്നെ നീ. അഗ്നിവംശജനായ പൃഥ്വിരാജനും മേകൊണ്ട് കൃഷ്ണനെങ്കിലും ദുർബുദ്ധിക്ക് പേരുകേട്ട മാഗധനും കൗരവ വംശത്തിന്റെ പുനർജന്മമായ ദുസ്സഹനും ദുസ്സളനും ജലസന്ധനും തോമര വംശത്തിലെ ചിത്രനും ഉപചിത്രനും ശകുനിയുടെ പുനരവതാരമായ ഗജപതിയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രണഭൂമിയിൽ ജ്യേഷ്ഠഭ്രാതാവേ, തോൽക്കില്ലെന്ന്, തോൽപ്പിക്കില്ലാരും അങ്ങയെ. അത് ഉദയസിംഹന്റെ ഉഗ്ര ശപഥം.
സുഖമായിരുന്നു. ഇപ്പൊ മഹാവതി തേടി വരേണ്ടി വന്നു. അല്ലെങ്കിൽ ഈ ജന്മം തന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നി. എന്തു പറ്റി ഈ മാഗധപുത്രിക്ക്? ഒത്തിരി ഒത്തിരി ഓർത്തു നോക്കി. പക്ഷേ എങ്ങും എവിടെയും കണ്ടതായി ഓർക്കുന്നില്ല ഞാൻ. നമ്മൾ തമ്മിലേ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ, മിണ്ടിയിട്ടുള്ളൂ, പരിഭവിച്ചിട്ടുള്ളൂ. എന്നും നോക്ക്, മാഗധന്റെ ശത്രുവാണ് ഞാൻ, മാഗധത്തിന്റെയും. ആ ദുഷ്ടവംശത്തിൽ എനിക്ക് ജനിക്കണ്ടായിരുന്നു വല്ലാത്തൊരു മനോവ്യഥ. എന്തിന്? അച്ഛന്റെ കൽപ്പന, സാമന്തന്റെ നിശ്ചയം, ചക്രവർത്തി പൃഥ്വിരാജ പ്രഭുവിന്റെ നിത്യരോഗിയായ പുത്രന് അവരെന്നെ നൽകും. അതിനിടയാക്കരുതെന്നെ. ഉറച്ചുപോയി. അത്രയ്ക്കൊരു രൂപം മനസ്സിൽ. അല്ലാത്ത പക്ഷം മണ്ണുകൊണ്ട് ഈ അത്ഭുത രൂപം ചമച്ച് അതിൽ വർണ്ണമാല്യം ചാർത്തി മരണം വരിക്കും ഞാൻ. ഇല്ലടോ, ഇല്ല. ഈ മനോമുഖി മറ്റാർക്കും ഉള്ളതല്ല. ഉദയസിംഹൻ ഭൂമിയിലെത്തുമ്പോൾ മഹാദേവിയുടെ നിശ്ചയമാണ് മനോമുഖിയുടെ ജന്മവും. ഏത് ജന്മത്തിലും ഈ സ്നേഹ സൗഭാഗ്യം എനിക്കുള്ളതാ, എനിക്ക് മാത്രം. ഭഗവാനെ, രാധയില്ലാതെ കണ്ണനില്ല, മനോമുഖിയില്ലാതെ ഉദയസിംഹനും. സത്യം, സത്യം. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എന്നെ കൗതുകത്തോട് നോക്കി നിൽക്കുന്നവരോട് ചെന്ന് പറയട്ടെ, ഈ കണ്ണന്റെ രാധയാണ് ഞാനെന്ന്. അമ്മേ, എന്റെ ഭഗവാൻ എന്നെ രക്ഷിച്ചു കേട്ടോ. മകൾക്കൊപ്പം വന്നതാണ് ഞാൻ, മാഗധത്തിന്റെ മഹാരാജ്ഞി. വേണ്ട പ്രഭു, മാഗധത്തിന്റെ രാജ്ഞി എന്ന വിളിപ്പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. വസുധ, വെറും വസുധ. ഇത്തിരി നന്മ കൈമോശം വരാത്തത് കൊണ്ട് ചോദിക്കുമോ, സ്വന്തം മാതാവിനെ കൊന്ന സാമന്തനോട് ഇനിയും അങ്ങ് ക്ഷമിച്ചു കഴിയുന്നു? സാധു സന്യാസിമാർ, സ്ത്രീകൾ, പക്ഷിമൃഗാദികൾ കൊന്നും തിന്നും മുന്നേറുന്ന അവനോട് എന്തേ ഭഗവാൻ പൊറുക്കുന്നു? നിഷ്ഠൂരൻ, നീചൻ. അവൻ മൂലം ഇനിയും ജീവനുകൾ പൊഴിഞ്ഞു വീഴണോ ഇവിടെ? കാലവും കാരണവും കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാത്തിനും സമയമാകുന്നു എന്ന് മാത്രം കരുതുക. എല്ലാത്തിനും അവസാനമായി സമന്തപഞ്ചകത്തിലെ യുദ്ധഭൂമി മറ്റൊരു മഹായുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. തീർച്ചയായും മാഗധത്തിന്റെ ഈ പെൺകരുത്തിനെ കേട്ടിട്ടുണ്ട് ഞാൻ. അറിയുമോ, ഈ വസുതയ്ക്കും ഒരു പൂർവജന്മമുണ്ടായിരുന്നു. എനിക്കോ? പറഞ്ഞില്ലേ അത് ചന്ദ്രഭട്ടൻ? അന്ന് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യാഗാശവുമായി പുറപ്പെട്ട അർജുനനെ സ്ത്രീരാജ്യത്ത് വെച്ച് തടയുകയും കുതിരയെ പിടിച്ചു കെട്ടുകയും മഹാപരാക്രമിയായ അർജുനനെ തോൽപ്പിക്കുകയും ചെയ്തു ഒരു പ്രമിള. ആ പ്രമിളയുടെ പുനർജന്മമാണ് ഈ വസുത. ഭഗവാനെ, ഈ പെൺകരുത്ത് നന്മയുടെ പക്ഷത്താകട്ടെ. പ്രമിള, മകളെയും കൂട്ടി വന്നത് ഇങ്ങോട്ടോ? എന്തിനെന്ന് അത് ചോദിക്കാൻ നിനക്കെന്ത് അവകാശം? മാത്രമല്ല, നീ എന്തിനു ഞങ്ങളെ പിന്തുടരണം? രാജപുത്രിയെയും രാജ്ഞിയെയും പിന്തുടർന്ന് അവർക്ക് വേണ്ട സംരക്ഷണം നൽകേണ്ടത് മന്ത്രി സാമന്തന്റെ ചുമതലയാണ്. ആ സഹായം തൽക്കാലം വേണ്ട ഞങ്ങൾക്ക്. ഏത് ശത്രുവിനെയും ഒരു ചൂണ്ടുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട് നിലയ്ക്ക് നിർത്താൻ കഴിയും വസുതയ്ക്ക്. അത് ഈ വസുതയുടെ വെറും തോന്നല. മഹാരാജാവ് മാഗധന്റെയും മന്ത്രി സാമന്തന്റെയും മഹത്വം കൊണ്ട് മാഗധത്തിലെ സ്ത്രീകളെ ഒന്നും നോക്കാനോ നോവിക്കാനോ ശത്രുക്കൾ ശ്രമിക്കാത്തത്. എങ്കിൽ ആ മഹത്വം ഇനി ഞങ്ങൾക്ക് വേണ്ട.
സ്വയം രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുകൊണ്ടാ മകളെയും കൂട്ടി വസുധ ഇവിടെ എത്തിയത്. ഭഗവാൻ ഉദയസിംഹൻ രക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ. സ്വന്തം പെറ്റമ്മയുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാത്ത ആ നിഷ്ക്രിയനം അത് നിന്നെ പോലുള്ളവർക്ക്. നീ ഒരു ശാപമാ സാമന്ത, മറ്റുള്ളവരുടെ ദുരന്തം. ധിക്കാരം നിറഞ്ഞ നിന്റെ ദുർബുദ്ധി തന്നെ നിന്നെ കീഴടക്കും സാമന്ത. ആരോടും കനിവില്ലാത്ത നിന്റെ വിടില്ല കാലം. മഹാവതിയിലെ ദേശരാജനെ, നിന്റെ പിതാവിനെ കൊന്നതും നീയല്ലേ? അതേടാ, അതെ. അതിനും ബലിയാടായത് എന്റെ പുത്രൻ. അവനെയും ദുഷ്ടനാക്കി തീർക്കുകയായിരുന്നു ഈ ദുഷ്ടരാക്ഷസ പ്രഭു. നീ കരുതിക്കോ സാമന്ത, നിനക്കും നിന്റെ യജമാനനുമെതിരെ വസുധയുണ്ടാകും ഈ മഹാവതിയുടെ പക്ഷം ചേർന്ന്. പകയുടെ ദുർമൂർത്തിയാ ഞാൻ. കിട്ടിയ ജന്മം കൊണ്ട് തപസ് ചെയ്ത് ആർജിച്ച തമോ ഗുണത്തിന്റെ സകലൈക മൂർത്തി ആണത്തത്തോട് അറിയിക്കാൻ വന്നതാ. മഹാവതിയെയും മഹാവതിയുടെ പക്ഷക്കാരെയും അരിഞ്ഞു വീഴ്ത്തി ഈ സിംഹാസനത്തിൽ സാമന്തൻ ഉറച്ചിരിക്കുമെന്നോ? അപ്പോൾ ദിവസവും നിശ്ചയിച്ചോളൂ. നിശ്ചയിച്ചു. നീയില്ലാത്ത, നിന്റെ ജ്യേഷ്ഠനില്ലാത്ത ഒരു മഹാവതി വേണം എനിക്ക് സ്വന്തമായി. പൃഥ്വിരാജ പ്രഭുവും 11 അക്ഷോണിയും മാളവനും മഞ്ചീരനും ആനന്ദനും ആശ്ലിഷ്ടനും ഒക്കെ പടകൂട്ടി പുറപ്പെട്ടു കഴിഞ്ഞു. ഒരുങ്ങിക്കോ നീയും. ഉദയസിംഹ, അടുത്ത ദുർഗാനവമിക്ക് മുമ്പ് നിന്നെ സാമന്തൻ വീഴ്ത്തും പടക്കളത്തിൽ. ഭഗവാനെ, ആ ദുർഗാനവമിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഞാനും. എന്റെ ലക്ഷ്യം പൂർണ്ണമാക്കാം. നേത്രസിംഹന്റെ പൊന്നുടുക്കിന്റെ നാദം, ദേവിയുടെ തൃക്കൈയിലെ വീണാനാദം, വരുണനേകിയ വരശങ്കിലെ പ്രണവധ്വനി. കീഴടങ്ങും വൈരികൾ, കീഴടക്കും. പക്ഷേ അവനെ, സാമന്തനെ, അവനെ എനിക്ക് തന്നേക്ക്. നീ ഏകിയ ഈ ശങ്കര തൃശൂലം കൊണ്ട് തീർത്തേക്കാൻ ഞാൻ അവനെ. സാധ്യമല്ല. പടക്കളത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന രുദ്രന്മാരെ തടയാം ഈ തൃശൂലം കൊണ്ട്, അത്രമാത്രം. പിന്നെ എങ്ങനെ അവനെ എങ്ങനെയെന്ന് തരും വഴി. ദേവി ദുർഗാ ഭഗവതി, സർവഭൂത ഹിതൈഷിണി. ആ വരം കൊണ്ട് അവതരിച്ച ഈ ജന്മം നിഷ്ഫലമാകരുതല്ലോ. പിന്നെ അനന്തനല്ലേ ഈ നിൽക്കുന്ന ആഹ്ലാദം. ഉദയസിംഹന്റെ ശങ്കധ്വനി, ദേവിയുടെ മണിവീണ, നേത്രസിംഹന്റെ പൊന്നൂട്ടിക്ക്. ഇല്ല ഇല്ല, ഇതുകൊണ്ടൊന്നും തോൽക്കില്ല സാമന്തൻ. ആരും തോൽപ്പിക്കില്ല സാമന്തനെ. ഒന്ന് ചവിട്ടി മേടിച്ച് അഹങ്കരിക്കട്ടെ സാമന്തൻ. ഇത് ശങ്കരൻ എനിക്കേകിയ തൃശ്ശൂരം. നിന്റെ അന്ത്യം കണ്ടേ സാമന്തൻ അടങ്ങും. അരിഞ്ഞു വീഴ്ത്തി മുന്നേറിഞ്ഞാൽ ഹേ ശങ്കര, ഞാനും നിന്റെ തൃശൂലവും. സാമന്ത, നമ്മുടെ പക്ഷം ശക്തമാണ്, സുശക്തം. നിരന്ന് നിറഞ്ഞു നിൽക്കുന്നു പടക്കളത്തിൽ. വരുന്നു ഞാനും പടക്കളത്തിലേക്ക് നിനക്കൊപ്പം. വേണ്ട വേണ്ട പ്രഭു. സാമന്തൻ ജീവിച്ചിരിക്കുമ്പോഴോ പൃഥ്വിരാജ പ്രഭുവിന്റെ അക്ഷോണി 11 നമ്മുടെ 10, മാളവന്റെയും മഞ്ചീരന്റെയും 7 വീതവും ശേഷിക്കുന്ന നമ്മുടെ പക്ഷക്കാരൊക്കെയും, പിന്നെ സാമന്തനും കൊന്നു തീർക്കും സാമന്തൻ.
സർവ ശത്രുവിനെ. അറിയാം നിന്റെ കൈക്കരുത്തും ബലവും മാനവരോടും മാനവത്തോടുമുള്ള നിന്റെ മമതയും. പക്ഷേ വസുധ വസുധ ആരൊക്കെ ഏതൊക്കെ പക്ഷം ചേർന്നാലും ജയിക്കും. ജയിച്ചേ അടങ്ങൂ സാമന്തൻ. അവിടുത്തെ അനുമതിയോടെ പോകുന്നു പോർമുഖത്തേക്ക്. സ്നേഹം നിഷേധിച്ചവരുടെ, ഒറ്റപ്പെടുത്തിയവരുടെ, കൊല്ലാൻ ഉപേക്ഷിച്ചവരുടെ ആഭീര വംശത്തിന്റെ സർവസംഹാരത്തിനായി പോകുന്നു. കുലം മുടിക്കാൻ പിറന്നവൻ. അതെ, കുലം മുടിക്കാൻ പിറന്നവൻ. ഉദയസിംഹ വരുന്നു സാമന്തൻ. നിന്റെ ഈ ഉജ്ജ്വലം മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ആർജവത്തോടെ ശത്രുവിനെ കീഴടക്കി മുന്നേറുന്നു. അക്ഷൗണികൾ പലതും ചിന്ത ഭിന്നമാക്കി ശത്രുക്കൾ ജീവന് വേണ്ടി കേണു വീഴുന്നു. എന്നിട്ട് നിന്റെ സാമന്തനിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറുന്നു. നാളെ ദുർഗാനവമിയാണ്. അവൻ ആയുധം തൊടാത്ത ദിവസം. പിന്നെ അവന് തോൽവിയില്ല. അവനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയില്ലേ? കഴിയില്ലെന്ന്. അത്ഭുത ബാലനായി ജനിച്ച് അത്ഭുത കർമ്മങ്ങൾ ചെയ്ത് വർഷം 125 തികച്ചപ്പോൾ ഒരു കാട്ടാളന്റെ അമ്പുകൊണ്ടല്ലേ അന്ന് ഞാൻ സ്വഭാവത്തിലേക്ക് ഗമിച്ചത്. മറ്റൊരു കാട്ടാളനെ തേടുവാനാ വീണ്ടും ഒരു സ്വധാമ ഗമനത്തിൽ. നീ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചല്ലേ? അതിനുവേണ്ടിയോ പടക്കളത്തിൽ എങ്ങും എവിടെയും നിറഞ്ഞു നിന്ന് നീ എതിർത്തുവല്ലോ. പൃഥ്വിരാജ പ്രഭുവിന്റെ 11 അക്ഷൗണിയും ചിഹ്ന ഭിന്നമായി. മാളവന്റെയും മഞ്ജീരന്റെയും കഥ കഴിഞ്ഞു. ബാക്കി ഒട്ടേറെ പേരെ ഞാനും ഇല്ലാതാക്കി. അതായിരുന്നില്ലേ നമ്മുടെ ലക്ഷ്യവും? അതിനുവേണ്ടിയല്ലേ നമ്മൾ അവതരിച്ചത്? ദുഷ്ടഭൂപാലന്മാരുടെ ദുർവിയോഗം കണ്ട് അവനെ ആശ്വസിക്കുന്നു. കലിയാടിപ്പാടി രസിക്കുന്നു. രാധാവേ, തിരിഞ്ഞെതിർക്കാൻ കഴിയാത്ത വിധം ശേഷിക്കുന്ന ശത്രുക്കൾ മുഴുവനും ഈ കാലശക്തിക്ക് മുന്നിൽ വേരറ്റു വീഴണം. മാമനുസ്മര യുദ്ധജ. കൂടെയുണ്ട് ഞാനും. നിനക്ക് ലഭിച്ച ശങ്കരവരത്തിന്റെ കാലം കഴിഞ്ഞതോ? ഇപ്പോൾ നിനക്കെതിരെ ആയുധമെടുത്താൽ ഒരു രുദ്രനും വരില്ല തടയാൻ. നീ ആയുധമെടുത്തോളൂ. തോൽപ്പിക്കാമെങ്കിൽ തോൽപ്പിച്ചോളൂ. ഈശ്വരനല്ലേ നീ? ഈശ്വരൻ. നിന്റെ കൈ കൊണ്ടാണ് എനിക്ക് മരണമെങ്കിൽ എനിക്ക് സുഹൃത ലോകങ്ങൾ ലഭിക്കില്ലെന്ന നമ്മുടെ അമ്മയുടെ ശാപം വൃഥാവിലാകുമല്ലോ. എങ്കില് എടുത്തോ, എടുത്തോ, എടുത്തോ നിന്റെ ദിവ്യായുധം. ശങ്കര സാന്നിധ്യത്തിന്റെ തൃശൂലം നിന്റെ കഥ കഴിക്കാൻ
പറയട്ടെ, സാമന്തനങ്ങൾ കൊന്നു പ്രഭു. ഇല്ല സാമന്ത, നീ പറഞ്ഞത് ഇപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. നിന്റെ മഹാരാജൻ നിലത്തിട്ട് ചവിട്ടി ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത വിധം പെരുവിരല് കൊണ്ട് കഴുത്ത് ഞെരിച്ചമർത്തി കൊന്നു ആഹ്ലാദൻ. അത് നോക്കി നിന്ന് ആഹ്ലാദം ചെയ്തു ഞാൻ. അന്ന് നീ നിന്റെ മഹാരാജാവ് ചേർന്ന് നിനക്കെതിരെ, നിന്റെ ദുഷ്ടതയ്ക്കെതിരെ ശബ്ദിച്ചതിന് എന്റെ മാതാപിതാക്കളെ കൽത്തുറത്തിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നില്ലേ? ഇന്ന് നിന്റെ മഹാരാജാവ് പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് കണ്ട് കൈകൊട്ടി ചിരിച്ചു വസുധ. ഇങ്ങനൊരു വ്രതം വേണ്ടായിരുന്നെന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നു. വസുധ, നീ കരുതിക്കോ, നവമി കഴിഞ്ഞ അറവിട്ട പുറത്തു കഴിഞ്ഞ 7 വാതിലുകളും തുറന്ന ആയുധവുമായി ക്രൂരമായി നിന്നെ കൊല്ലാൻ ഓർത്തോ നീ. മഹാരാജ്ഞി, സർവദേവന്മാരും ഋഷികളും സജ്ജനങ്ങളും നോക്കി നിൽക്കെ ആ മഹാവിഭു സ്വധാമത്തിലേക്ക് ഗമിച്ചു. പാദങ്ങളെ സേവിക്കാൻ വിധിയില്ല എനിക്ക്. അല്ലേ, ലോകാഗ്നിയിൽ ദഹിച്ചില്ലാതാകും വരെ ആ പാദപല്ലവങ്ങളെ ധ്യാനിച്ച് കഴിയാം. ഓ ദേവകി നന്ദനായ നമ. പുത്രി, ഉദയസിംഹനില്ലെങ്കിൽ പിന്നെ മനോമുഖിയുമില്ല ഭൂമിയിൽ. ഈ നവമി തീർന്നാൽ വീണ്ടും നീ അജയ്ക്ക്, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ. പക്ഷേ ഈ നവമി തീരും മുമ്പ് നീ ആ നിലവറ വിട്ട് പുറത്തു വരും. അത് ആഹ്ലാദന്റെ നിശ്ചയം. അകത്ത് 3 നിലവറകളുണ്ട്, ഒരുപോലെ. അതിലേതിലായിരിക്കും അവനെന്ന് കണ്ടെത്തുക അസാധ്യമാണ്. പുറത്ത് സർവ സൈന്യങ്ങളും തയ്യാറായി നിൽക്കുന്നു കൽപ്പനയ്ക്ക് വേണ്ടി. ഏതു നിലവറയും തകർക്കും വിധം. അവിടുന്ന് എന്ത് തീരുമാനിച്ചു? ഒന്ന് കൽപ്പിച്ചാൽ മതി. അങ്ങയുടെ അനുവാദത്തിനു വേണ്ടി ഈ വൃദ്ധസജീവൻ കാത്തു നിൽക്കുന്നു. മാഗധത്തിന്റെ പൈതൃകമാണ് ആ നിലവറകൾ 3. ആ നിലവറ തകർക്കാതെ, ആളാരം കൂടാതെ, ആയുധമെടുക്കാതെ ആ അറയിൽ നിന്ന് ഞാൻ അവനെ പുറത്തെത്തിക്കാൻ പോകുന്നു. അനന്തനാണ് ബലരാമൻ, ബലരാമനാണ് ആഹ്ലാദൻ. ഭൂമിയിലെ സർപ്പശ്രേഷ്ഠന്മാരെ, ഏതറയിലാണ് നിങ്ങൾക്ക് കിടക്കാൻ കഴിയാത്തത്? ഒത്തിയും ഒത്തി കണ്ടെടുത്തും വലിയ ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊണ്ടുപോകാവരെ. കൊട്ടാരക്കെട്ടിന് പുറത്ത് അഷ്ടനാഗങ്ങളുടെയും കരുത്തറിയട്ടെ അവൻ സാമന്തൻ. കാഴ്ചകെട്ട് എങ്ങോട്ടെന്നറിയാതെ മറ്റുള്ളവരാൽ ആട്ടി അകറ്റപ്പെട്ട് ചടന്നിറഞ്ഞും ദുർഗന്ധമമിച്ചും വേദന കൊണ്ട് പുളഞ്ഞും 1000 ആണ്ട് അടയണം നീ ഭൂമിയിൽ. നാരൻ, നീ കൊന്നൊടുക്കിയവരുടെ ആയുസിന്റെ ആകത്തുകയാകില്ലത്. ഫലം കാലം നിന്നെ കൊല്ലാതെ കൊല്ലും. കരി പോലും നിന്റെ മുഖത്ത് കാറിത്തുപ്പും. നിന്നെ പോലുള്ള നികൃഷ്ട ജന്മങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കട്ടെ. തീർത്താനും തീരാത്ത പകയുടെ പ്രതിരൂപമായി
ഉം.